ഹലോ. അപ്പോൾ ഇന്ന് തക്കാളി കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ചപ്പാത്തിക്കൊക്കെ ചട്നിയൊക്കെ ദോശയ്ക്ക് അരയ്ക്കുന്നില്ലേ, ഉള്ളി ചട്നിയും തേങ്ങ ചട്നിയൊക്കെ. അപ്പോൾ ഇന്ന് വ്യത്യാസമായിട്ട് തക്കാളി കുറുമയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകി ഞാൻ മിക്സി ജാറിലിട്ടിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, കുറച്ച് കേശവനിട്ടും കൂടെ ഒന്ന് ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് 2 തക്കാളി കൂടെ അതിൽ തന്നെ ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് പൊരിക്കടലയും കൂടെ ഇതിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരൊറ്റൊരു മിക്സി ഒന്ന് ചുറ്റിച്ച് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. കുറച്ച് തരിതരിയായിട്ട് വേണേ. അത് കഴിഞ്ഞ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ലവംഗം, ഗ്രാമ്പു, ഒരു ബിരിഞ്ചി ഇല ഇതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇനി 1 സ്പൂണ് പെരിഞ്ചീരകം കൂടെ ഇടാം. വേണമെങ്കിൽ പെരിഞ്ചീരകം മിക്സി ജാറിലിട്ടിട്ട് കൂടെ അതിൻ്റെ കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ഉള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കുക. അത് വലിയ ഉള്ളി അരിഞ്ഞതായാലും വേണ്ടില്ല, ചെറിയ ഉള്ളി അരിഞ്ഞതായാലും വേണ്ടില്ല, ഏതായാലും നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വഴറ്റിയതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്തത് ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒക്കെ ഒന്ന് ഉള്ളിയും അരച്ചതും ഒക്കെ പാടെ ഒന്ന് നല്ലോണം മിക്സ് ആയതിന് ശേഷം 1 സ്പൂണ് കൊത്തമ്പാലപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി, പിന്നെ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുകയാണ്, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒക്കെ ഒന്ന് ഇളക്കി വന്നതിന് ശേഷമാണ് നമ്മളൊന്ന് റെഡിയായതിന് ശേഷം ബാക്കി നമ്മൾക്ക് എത്ര വെള്ളം വേണമെങ്കിൽ ആ വെള്ളം പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി വന്നതിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും ഇട്ട് കൊടുത്താൽ ഇതൊന്ന് നല്ല തിളച്ച് വന്ന് നമ്മളുടെ നല്ല കുറുമ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കൊത്തമല്ലി ഇലയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അതിൻ്റെ വാസനയും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ദോശയ്ക്കും പിന്നെ ഇഡ്ഡലിക്കും അതേമാതിരി ചപ്പാത്തിക്കും എല്ലാം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കും, കുറുമ വാസനയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായി എന്നെ ഫോളോ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.